അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന വിവോ X300 Pro ഡിസംബർ 2-ാം തീയതി അർദ്ധരാത്രി 12 മണിയോട് കൂടി നമുക്ക് എല്ലാവർക്കും ലഭ്യമായിരിക്കുകയാണ്. ആർക്കൊക്കെ ഈ ഫോൺ വാങ്ങിക്കാം, ആർക്കൊക്കെ ഈ ഫോൺ അനുയോജ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത്. വിവോ X300 Pro വന്നിരിക്കുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 9500 ഒരു പവർഫുൾ ചിപ്സെറ്റോട് കൂടിയിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഡ്യുവൽ ചാനൽ UFS 4.1 സ്റ്റോറേജും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ബോക്സിൽ 95 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ കൂടെ അവൈലബിൾ ആണ്. നല്ല ഒരു ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫോൺ ലഭ്യമാവുന്നത്. വിവോ X300 Pro ഫോൺ ഇറക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് ഈ ഫോൺ അനുയോജ്യമാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഫോണിൽ സെൻസർ വന്നിട്ടുള്ളത്, ഫോട്ടോ എടുക്കുന്നതിനായിട്ടുള്ള ക്യാമറ സെൻസർ വന്നിട്ടുള്ളത് സോണിയുടെ LYT900 സെൻസറാണ്. LYT900 എന്ന സെൻസറാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇതിൽ വിവോ കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ 200 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് സൂമിംഗ് ലെൻസ് ഉണ്ട്. ഈ സോണിയുടെ സെൻസർ നല്ല രീതിയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് നൽകുന്ന ഒരു സെൻസറാണ്. അതിന്റെ കൂടെ തന്നെ 200 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് ലെൻസ് ഉള്ളതുകൊണ്ട് ദൂരെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ സൂം ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ഒരു പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് ഈ ഫോൺ വളരെ നല്ലൊരു ഫോണാണ്. നല്ല രീതിയിൽ ഒരു ഫോട്ടോ നമുക്ക് എടുത്തിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ. കാരണം ഇത് ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ആ ഫോട്ടോ നമുക്ക് തരുന്നത്, നല്ല ഭംഗിയാക്കിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് കൂടുതൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് വിവോ X300 Pro. പക്ഷേ വീഡിയോഗ്രാഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുക ഐഫോണുമായിട്ടാണ്. ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിവോ X300 Proയുടെ വീഡിയോ ക്വാളിറ്റി കുറച്ച് താഴെയാണ്. കാരണം ഇതിന്റെ ഡൈനാമിക് റേഞ്ച് കുറവാണ്. അതുപോലെ തന്നെ കളർ കൺസിസ്റ്റൻസി ഒക്കെ കുറച്ച് കുറവായിട്ടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി അവരത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ക്ലിയർ ആക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പം വിവോ X300 Pro എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റീൽസ് എടുക്കുക, വ്ലോഗ് ചെയ്യുക, ഷോർട്സ് ചെയ്യുക, ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഇപ്പോഴും ഐഫോൺ തന്നെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് വിവോ X300 Pro നല്ലൊരു ഫോണാണ്. വീഡിയോഗ്രാഫി, വ്ളോഗിംഗ് ഒക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ തന്നെ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ നൽകിയിട്ടുള്ള ചിപ്സെറ്റ് വളരെ പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ഗെയിമറെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. പക്ഷെ ഒരു ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂളിംഗ് സിസ്റ്റം ഒന്നും, എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റം ഒന്നും നൽകാത്തത് കാരണം തന്നെ തുടർച്ചയായിട്ട് ഗെയിം കളിക്കുമ്പോൾ ഫോണിന്റെ ബാറ്ററി അല്ലെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആവാനും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിലും ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഇതുപോലുള്ള അൺബയാസ്ഡ് ടെക് വീഡിയോസിനായി ഫോളോ ചെയ്യൂ.